മന്ത്രിമാർ പാർട്ടിയെ അവഗണിക്കുന്നുവെന്ന പരാതികൾക്കിടെ മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ നിർണായക യോഗം പാണക്കാട്ട് ചേരും. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം അത് ഈറാമുട്ടയായിട്ട് ഇപ്പോഴും തുടരുകയാണ്. PMC വിഷയം അത് ഉപസമിതിയിൽ തന്നെ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞു. ഈ വിഷയങ്ങളടക്കം യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് അറിയുന്നത്. യോഗത്തിനായി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. VS രഞ്ജിത്ത് ഇപ്പോൾ പാണക്കാട്ടുണ്ട്. VS രഞ്ജിത്ത്, പാണക്കാട്ട് ഇന്നത്തെ മന്ത്രിമാരുടെ യോഗത്തിനൊരു പ്രത്യേകതയുള്ളത് PMC വിഷയത്തിൽ തീരുമാനം അന്തിമമാവണം. അതേപോലെ മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ വഖഫ് ബോർഡിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിരിക്കുന്ന അഫിദവിത്തുണ്ട്, സർക്കാരിൻ്റെ അഫിദവിത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനങ്ങൾ ഉണ്ടാവും. അത് ഇന്നലെ CPM തന്നെ വലിയ രാഷ്ട്രീയ വിഷയമാക്കി മാറ്റി. സമസ്തയിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധം ഉയരുന്നൊരു സാഹചര്യമുണ്ട്. പേഴ്സണൽ സ്റ്റാഫ് നിയമനം എങ്ങും എത്തിയിട്ടില്ല. ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങൾക്കെല്ലാം ഇന്നൊരു ക്ലാരിറ്റി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ VS രഞ്ജിത്ത്? ഡോക്ടർ അരുൺ, പാണക്കാട്ടെ ഒരു ചായ സൽക്കാരമായിട്ടാണ് ഈ മന്ത്രിമാരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു തീന്മേശക്കൊപ്പം ഇരുന്ന് ചായ കുടിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമായിട്ടായിരിക്കണം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ പറഞ്ഞ വിഷയങ്ങളെയൊക്കെ കാണുന്നത്. ഏതായാലും സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നിരവധി വിഷയങ്ങൾ ലീഗുമായി ബന്ധപ്പെട്ട്, ലീഗ് മന്ത്രിമാരുമായി ബന്ധപ്പെട്ട് വിവാദമായി ഉയർന്നു വന്നിരുന്നു. ആ വിവാദ വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു നിലപാട് പ്രഖ്യാപിക്കേണ്ട സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ PM-ശ്രീ വിഷയം, അതിലൊരു ഒറ്റ വാക്കിൽ ഉത്തരം പറയുമ്പോൾ PM-ശ്രീ ഒഴിവാക്കിയോ അല്ലെങ്കിൽ PM-ശ്രീയെ സ്വീകരിച്ചോ ഇങ്ങനെ മറുപടി പറയാൻ പറ്റാത്ത വിധത്തിലാണ് ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുള്ളത്. വഖഫ് ബോർഡ് പിരിച്ചുവിടുമോ, അമുസ്ലിം അംഗങ്ങളെ നിയമിക്കുമോ ഇല്ലയോ, ഇങ്ങനെ ഒറ്റ വാക്കിൽ ഉത്തരം പറയാത്തൊരു സാഹചര്യമുണ്ട്. നിയമപ്രകാരം അമുസ്ലിം അംഗങ്ങളെ നിയമിക്കേണ്ടി വരുന്നു. അത് LDF സർക്കാർ ചെയ്ത പോലെ മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടോ? രാഷ്ട്രീയമായി നയപരമായി മറുപടി പറയേണ്ട വിഷയമാണ്. പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ നിന്ന് നിർദ്ദേശിക്കപ്പെട്ട ആളുകളെ, പ്രത്യേകിച്ച് അബ്ബാസ് അലി തങ്ങളും റഷീദ് അലി തങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന കമ്മിറ്റി, ആ കമ്മിറ്റി നിർദ്ദേശിച്ച ആളുകളെ വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം, അതോടൊപ്പം തന്നെ ചില ആളുകളെ അവഗണിച്ചു എന്നുള്ള ആക്ഷേപം. അപ്പോൾ അത്തരത്തിൽ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ, പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട്, അതായത് സർക്കാർ അഭിഭാഷകരെ നിയമിക്കുമ്പോൾ ലീഗിന്റെ വകുപ്പിൽ പോലും ലീഗ് അറിയാത്ത, ലീഗുമായി ബന്ധമില്ലാത്ത ആളുകളെ നിയമിക്കുന്നു. ലീഗിന്റെ യൂത്ത് ലീഗുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള യുവ അഭിഭാഷകർ മാറ്റി നിർത്തപ്പെടുന്നു. അങ്ങനെ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട്, പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ടുള്ള സംഘടനാപരമായ വിഷയങ്ങളുണ്ട്. ഒപ്പം രാഷ്ട്രീയമായി ലീഗ് മറുപടി പറയേണ്ട വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട, PM-ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഈ മന്ത്രിമാർ മുഴുവൻ പ്രവർത്തനങ്ങൾ അത് പാർട്ടിയുമായി ഏകോപിപ്പിച്ചു പോകാനുള്ളൊരു സംവിധാനം ഇല്ലാത്തതിൻ്റെയും പാർട്ടിക്ക് വഴങ്ങാതെ മന്ത്രിമാർ ഏകപക്ഷീയമായി മുന്നോട്ട് പോകുന്നു എന്ന ആരോപണങ്ങൾ പല തലത്തിൽ നിന്ന് വരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഒരൊറ്റ സമയത്ത് മാത്രമാണ് സംസ്ഥാന നേതൃയോഗം വിളിച്ചത്. ഇനിയിപ്പോൾ 18-ാം തീയതി നേതൃയോഗമുണ്ട്. ആ നേതൃയോഗത്തിൽ ഇതൊക്കെ വിശദമായി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നേതൃയോഗത്തിൽ നേതാക്കന്മാർക്ക് മറുപടി കൊടുക്കണമെങ്കിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് മന്ത്രിമാരോട് കാര്യങ്ങൾ കൂടിയാലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ നേതൃയോഗത്തിന് മുന്നായി, പാർട്ടി വിളിക്കുന്ന സംസ്ഥാന നേതൃയോഗത്തിന് മുന്നോടിയായി മന്ത്രിമാരെ വിളിച്ചുകൂട്ടിയൊരു യോഗം വിളിച്ച് സർക്കാരും പാർട്ടിയും തമ്മിലുള്ള ഏകോപനം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ യോഗത്തിന്റെ, ഈ ചായ സൽക്കാരത്തിന്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. സർക്കാർ ഒരു വഴിക്കും അല്ലെങ്കിൽ മന്ത്രിമാർ ഒരു വഴിക്കും പാർട്ടി ഒരു വഴിക്കും പോകുന്ന രീതി ശരിയാവില്ല എന്ന് ഉറപ്പിച്ചു പറയുക എന്നുള്ളതാണ് ഈ ചായ സൽക്കാരത്തിലൂടെ പറയുന്നത്. മൃദുഭാവത്തിൽ പറയുക, കാര്യങ്ങൾ ദൃഢകൃത്യമായിരിക്കും എന്നാണ് നമുക്ക് പാണക്കാട്ട് നിന്ന് കിട്ടുന്ന വിവരം. ഓക്കെ.